മണിപ്പൂരിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയായി ബിജെപി നേതാവ് യുമാൻ ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം കുക്കി വിഭാഗത്തിൽ നിന്നുള്ള നെംച കിപ്ചൻ, നാഗ വിഭാഗത്തിൽ നിന്നുള്ള ലോസി ദിക്കോയും ഉപമുഖ്യമന്ത്രിമാരാണ്. I, Yumnam Khemchand Singh, do swear in the name of God that I will bear true and faith and aligned to the Constitution of India, is by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and consciously discharge my duties as the Chief Minister of the State of Manipur. 62-കാരനായ യുനാം ഖേംചന്ദ് സിംഗ് രാഷ്ട്രീയത്തിലും കായിക രംഗത്തും ഒരേപോലെ ശ്രദ്ധേയനാണ്. തായ്ക്കൊണ്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ജേതാവായ അദ്ദേഹം സിഗ്ജമേ മണ്ഡലത്തിൽ നിന്നും 2017-ലും 2022-ലും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2017 മുതൽ 22 വരെ നിയമസഭാ സ്പീക്കറായും പിന്നീട് എൻ ബിരേൻ സിംഗ് മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മെയ്തേ വിഭാഗത്തിൽ നിന്നുമുള്ള ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രിയായപ്പോൾ കുക്കി വിഭാഗത്തിൽ നിന്നുമുള്ള വനിതാ നേതാവ് നെംച കിപ്ചൻ, നാഗ വിഭാഗത്തിൽ നിന്നുമുള്ള ലോസി ദിഖോ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗോവിന്ദാസ് കോന്തൌജമാണ് പുതിയ ആഭ്യന്തരമന്ത്രി. വികസിത ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ മണിപ്പൂർ നിർണായക പങ്ക് വഹിക്കുമെന്നും എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പ്രതീക്ഷയും പ്രതിജ്ഞയുമെന്ന് യുമാൻ ഖേംചന്ദ് സിംഗ് വ്യക്തമാക്കി. मणिपुर का भी हिस्सा लेने के लिए आपको एक रेस्पॉन्सिबिलिटी दिया, इस बात के लिए बहुत धन्यवाद. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. 1 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നത്. വംശീയ കലാപങ്ങളെ തുടർന്ന് 2025 ഫെബ്രുവരി 9-നാണ് മണിപ്പൂർ മുഖ്യമന്ത്രിയായിരുന്ന എൻ ബിരേൻ സിംഗ് രാജിവെച്ചത്. ഇതിന് പിന്നാലെ 2025 ഫെബ്രുവരി 13-ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെങ്കിലും നിയമസഭ പിരിച്ചുവിട്ടിരുന്നില്ല. ജനം, ഡൽഹി.